അതുപോലെ അടുത്തൊരു തിയറാണ് സാൻഡ്വിച്ച് തിയറം. സാൻഡ്വിച്ച് ഇപ്പോൾ നമ്മളെല്ലാവരും കഴിക്കുന്നതാണ്, അതുപോലെ തന്നെ ഇടയിൽ ഉള്ളത് എന്നുള്ള രീതിയിൽ ഉള്ളൊരു തിയറാണ്. തിയറം പറയുന്നത് ഇതാണ്: നമുക്ക് മൂന്ന് ഫംഗ്ഷൻസ് ഉണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതുപോലെ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ, അതുപോലെ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ. ഇങ്ങനെയുള്ള മൂന്ന് ഫംഗ്ഷൻസ് ഉണ്ട്. ഇതെന്താണ്? ഫോർ ഓൾ, ഇത് എവിടെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എഫ് ഓഫ് എക്സ് നമുക്കൊരു കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ട്. എന്താണ്? ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ സം ഓപ്പൺ ഇന്റർവെൽ സി. അല്ലെ, ഒരു ഓപ്പൺ ഇന്റർവെല്ലില് ആണ് ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടെയ്നിങ് സി എന്ന് പറയുന്ന പോയിന്റ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഓപ്പൺ ഇന്റർവെല്ലിൽ എക്സെപ്റ്റ് പോസിബിളി ആയിട്ട് എക്സ് ഈക്വൽ ടു സി. എക്സ് ഈക്വൽ ടു സിയിൽ ചിലപ്പോൾ ഇത് ഇങ്ങനെ ആവണമെന്നില്ല, ബാക്കി എല്ലായിടത്തും ഇങ്ങനെയാണ്. ഇനി എന്താണ് അതിന്റെ പുറം എന്തുണ്ട്? സപ്പോസ് ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ജി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് തന്നിട്ടുണ്ട്. എന്താണ്? അതായത് എക്സ് സിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ, ആസ് എക്സ് അപ്രോച്ചസ് ടു സി, ജി ഓഫ് എക്സിന്റെ ലിമിറ്റും എച്ച് ഓഫ് എക്സിന്റെ ലിമിറ്റും എന്തിനോട് ഈക്വൽ ആണ്? എൽ എന്ന് പറയുന്ന വാല്യൂനോട് ഈക്വൽ ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ജി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ജി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആണെങ്കിൽ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ ആണ്. അതായത് ഈ ഒരു ഇനീക്വാളിറ്റിയിൽ ലെഫ്റ്റ് സൈഡിന്റെ ലിമിറ്റ് എൽ ആണ്. സോറി, ഈ ഒരു ഇനീക്വാളിറ്റിയിൽ ലെഫ്റ്റ് സൈഡിന്റെ ലിമിറ്റ് എൽ ആണ്, റൈറ്റ് സൈഡിന്റെ ലിമിറ്റും എൽ ആണെങ്കിൽ മിഡിലുള്ള ഫംഗ്ഷന്റെ ലിമിറ്റും എന്തായിരിക്കും? എൽ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിനൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഒരു എക്സാമ്പിൾ ആയിട്ട് എന്തെടുക്കുക? ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെന്ന് നോക്കുക. 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 4 എന്ന് തന്നിട്ടുണ്ട്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആവട്ടെ യു ഓഫ് എക്സ്. എന്താണ് യു ഓഫ് എക്സിന്റെ പ്രത്യേകത? 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 അതിന്റെ ലോവർ ലിമിറ്റും 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 4 അതിന്റെ അപ്പർ ലിമിറ്റും വരുന്ന ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും യു ഓഫ് എക്സ് എന്നുണ്ടെങ്കിലും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 യു ഓഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എന്ത് ചെക്ക് ചെയ്താൽ മതി? ഇതിന്റെ ലെഫ്റ്റിലെ ഫംഗ്ഷന്റെ ലിമിറ്റും റൈറ്റിലെ ഫംഗ്ഷന്റെ ലിമിറ്റും ചെക്ക് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 എന്താ വരിക? എക്സിന് 0 കൊടുക്കുമ്പോൾ 1 വരും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും നിങ്ങൾ നോക്കൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 4 എക്സിന് 0 കൊടുക്കുമ്പോൾ അതും 1 വരും. അപ്പോൾ എന്താണ്? ലെഫ്റ്റിലെ ഈ ഒരു ഫംഗ്ഷന്റെ വാല്യൂവും ലിമിറ്റും റൈറ്റിലെ ഈ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റും എന്തിനോട് ഈക്വൽ ആണ്? 1നോട് ഈക്വൽ ആണ്. അപ്പോൾ ഈ ഒരു യു ഓഫ് എക്സും ആസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 യു ഓഫ് എക്സും നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സാൻഡ്വിച്ച് തിയറം അനുസരിച്ച് 1 എന്ന് എഴുതാൻ പറ്റും. ഇനി വേറൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു കോസ് 1 ബൈ എക്സ് കൺസിഡർ ചെയ്യാം. ഇതിന്റെ ലിമിറ്റ് എന്താ കണ്ടുപിടിക്കാം? അപ്പോൾ എക്സ് ഇൻറ്റു കോസ് 1 ബൈ എക്സിന്റെ ലിമിറ്റ് ഡയറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഫംഗ്ഷന് ഒരു ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആയിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻസ് കിട്ടുമെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഓൾറെഡി എന്തറിയാം? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് 1 ബൈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതൊന്ന് വെരിഫൈ ചെയ്യുക. എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? നിങ്ങൾ ഓൾറെഡി പ്ലസ് 2 പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ള ഇതിന്റെ പ്രൂഫ് ഒന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇത് എപ്പോഴും ട്രൂ ആണ്. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് 1 ബൈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് ഡിഫൈൻഡ് അല്ലല്ലോ. ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ എക്സിനെ എക്സ് കൊണ്ട് എല്ലാ ടേമും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഇൻറ്റു കോസ് 1 ബൈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 എന്ന് കിട്ടും. ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു 0. ഇനി ഇതിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എക്സ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. അതുപോലെ തന്നെ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഈക്വൽ ടു എന്താണ്? അതും 0 ആണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് 0 എന്ന് കിട്ടും. റൈറ്റ് സൈഡിലെ ഈ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റും 0 എന്ന് കിട്ടും ആസ് എക്സ് ടെൻസ് ടു 0. അപ്പോൾ നമുക്ക് ബൈ സാൻഡ്വിച്ച് തിയറം എന്ത് പറയാം? ബൈ സാൻഡ്വിച്ച് തിയറം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0
എക്സ് ഇൻറ്റു കോസ് 1/x ഈക്വൽ ടു 0 ആണെന്ന് പൈ സാൻഡ്വിച്ച് തിയറം പറയാൻ പറ്റും. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ഒരുപാട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രോബ്ലംസ് കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ടിലേക്ക് ചെയ്ത് നോക്കണം. അതുപോലെ ഇതിൻ്റെ തന്നെ അടുത്തൊരു തിയറാണ് നെക്സ്റ്റ് തിയറം. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് for all x in some interval containing c except possibly at x equal to c itself, and the limit of f and g both exist as x approaches to c. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ് ഫോർ ഓൾ എക്സ്. പിന്നെ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സപ്പോസ് ലിമിറ്റ് x tends to c, f of x equal to ഒരു L1 ആണ്. അതുപോലെ ലിമിറ്റ് x tends to c, g of x equal to L2 ആണ്. പിന്നെ എന്താ നമുക്കറിയാം, f of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു g of x ആണ്. അങ്ങനെ എന്താണ് പറയുന്നത്? ലിമിറ്റ് x tends to c f of x എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് x tends to c g of x ആണ്. അതായത് L1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു L2 ആവും എന്നുള്ളതാണ് ഈ ഒരു തിയറം ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിനും കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കുക, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ വരുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്യാത്ത, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസും, ഇനി ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് സോൾവ് ചെയ്ത കുറച്ച് പ്രോബ്ലം ഉണ്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്തത്, അതും ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് പ്രോബ്ലംസും നിങ്ങൾ ചെയ്തിട്ട് വരാം.